മഴയേ മാമഴയേ മാനം മൂകിയ പൂമഴയേ മാനം മൂകിയ പൂമഴയേ. പോലെ കേക്കറേ വീഡിയോ പൊളിക്കും എല്ലാം സെറ്റപ്പായി എഡിറ്റിംഗ് കഴിഞ്ഞ് വരെ Hadi അതിനായി നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു മുഴുത്ത ചിക്കനാണ്. ഇത് 2 കിലോയിലുള്ള ടർക്കി കോഴിയാണ് ഈ നമ്മൾ ഇന്ന് ഗ്രില്ല് ചെയ്യാൻ പോകുന്നത്. ഇത് വളരെ സുഖകരമായ ഒരു ബാർബിക്യൂലേക്ക് നമ്മൾ പോവുകയാണ്, കടക്കുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായി നമ്മൾ ആദ്യമായി മുളകുപൊടി, പിന്നെ മസാല തുടങ്ങിയ സാധനങ്ങൾ വെളിച്ചെണ്ണയിൽ കുഴച്ചെടുത്ത് ആണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ അതിനായിട്ട് നമ്മൾ അതിന്റെ ബേസിക് കാര്യങ്ങളൂടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഡയറക്ഷൻ മിസ്റ്റർ അഭിലാഷ് കല്ലാഴി, സഹസംവിധാനം ബോബിൻ വട്ടപ്പാറ, പിന്നെ ദിനേശ് കരികൽ ആൻഡ് മെയിൻ്റെനൻസ് ദിനേശ്, പിന്നെ ഏഷ്യരാജൻ പീറ്റർ, മിസ്റ്റർ സുനിൽ കൃഷ്ണൻ. ഇവരാണ് ഇതിന്റെ ക്രൂ ആൻഡ് അതർ ടീംസ്. പിന്നെ ഇവിടെ നമ്മുടെ പ്രൊപ്പറേറ്റർ മിസ്റ്റർ ഏഷ്യരാജൻ പീറ്റർ, നമ്മുടെ പ്രൊപ്പറേറ്റർ മൂത്താപ്പയാണ്. അപ്പൊ നമ്മൾ ഇനി ബാർബിക്യൂലേക്ക് ഉണ്ടാക്കി തുടങ്ങിയത്. ചിക്കന്റെ ബിരിയാണിയാണ്. കഴിഞ്ഞതിന് ശേഷം കത്തി കൊണ്ട് കോഴിയെ മൂത്ത കുനുകുനാ വരിയുണ്ട, വര വരിക്കാൻ മതി. ചിക്കൻ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് ചിക്കൻ കുരുവിനെ വരിയാൻ പോവുകയാണ്. സാധനം ഇറങ്ങൂലല്ലേ, മസാല ഇറങ്ങില്ലേ ഇതുപോലെ വലിയ ഡിസൈൻ ഒന്നും വേണ്ട. വായിൽ വെച്ച് കഴിഞ്ഞാൽ എല്ലാം പറ്റും. ആ തൂങ്ങിക്കിടക്കുന്ന ഭാഗം വെട്ടിമാറ്റാൻ മിസ്റ്റർ ദിനേശ് എത്തിയിരിക്കുകയാണ്. അതിശയകരമായി വെട്ടിനീക്കുക. ഇതുപോലൊരു വെട്ടുനീക്കൽ ഇതുവരെ ചരിത്രത്തിലുണ്ടായിരുന്നു. കാലിനെ എങ്ങനെ വെട്ടി തുലയ്ക്കരുതെന്ന് ഞാൻ മിസ്റ്റർ അഭിലാഷ് കല്ലാഴിയോട് നമ്മൾ നല്ലോണം വരിഞ്ഞെടുത്തിട്ടുണ്ട്. മസാല ഇതിൽ പിടിക്കത്തില്ല. ഒരു ദാക്ഷിണ്യം കാണിക്കരുത്, വെട്ടിത്തള്ളം പണ്ടേ വിളിക്കണം.
പൊന്നെ എന്റെ കണ്ണിലാണ് ഇപ്പൊ കത്തി വന്നു. വാമഭാഗത്തൊന്നും വെട്ടരുത്. ഇല്ലല്ല വാമമില്ല. കംപ്ലീറ്റ് ചിക്കന്റെ ഒരു അതിതീക്ഷ്ണമായ ഒരു ഐറ്റമാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി എവിടെയെങ്കിലും വെട്ടം ഉണ്ടെങ്കിൽ സാധനം ക്ഷമിക്കുക. പൊടിയില്ല പൊടിയില്ല മുളപൊടി മുളപൊടി തരും. എവിടെയൊക്കെ വർണ്ണക്കിളി ആടമരത്തിലെ വർണ്ണക്കിളി എല്ലാം കൊത്തിയിട്ടാ വർണ്ണക്കിളി black pepper with bingo. അതിപ്പോ മല്ലിപ്പൊടി വേണ്ടേ? കുറച്ച് വെള്ളം മുട്ടയ്ക്ക് സവാള വേണ്ട. കിണ്ടി ഇതിനോട് മിക്സ് ചെയ്യല്ലേ? പിന്നെ സവാള എന്ത് നീ മുട്ട ഇതിനോട് മിക്സ് ചെയ്യാനാണ്. നമ്മൾ ഉപ്പിട്ടാണ്ടല്ല കറക്റ്റ്. കോഴിയുടെ നാണയം ഇടാറുണ്ട്. അങ്ങനെ കാണാം. അത് കഴിഞ്ഞ് മറ്റേ കാണാം. കോഴി സോഫ്റ്റ് ആവൂല. അപ്പൊ നമ്മൾ ഇതിന്റെ പരമോന്നത ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മള് സ്പെഷ്യൽ സലാഡാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിന് നമ്മൾ സലാഡിനുള്ള ഐറ്റംസ് ആണ് ഇരിക്കുന്നത്. മുട്ടയും കപ്പലണ്ടി എല്ലാം കൂടെ ഒരു സ്പെഷ്യൽ സലാഡ്.
സൂപ്പർ സലാഡ്. നമ്മളെ അതാ ചേട്ടാ ഒരു അളവ് ഒന്നുമില്ലാതെ ചുമ്മാ പാക്കറ്റിന് തട്ടിയിട്ട് കേട്ടിതാണ്. ഉപ്പും കാര്യങ്ങളും എല്ലാം കറക്റ്റ് ഉണ്ടാവാൻ അല്ലേ? ആ അല്ലേ? അത് ഉപ്പില്ലാതില്ല എല്ലാം നമ്മൾ വെറുതെ തട്ടിയിട്ടുള്ളതാണ്.